ജനറേഷണൽ അംനേഷ്യ. ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഒരു 10 വർഷം മുൻപുള്ള നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ പറ്റി കൃത്യമായി ഓർമ്മയുണ്ട്? ഓരോ കാലഘട്ടത്തിലും മനുഷ്യർ തങ്ങൾ നിലവിൽ ജീവിക്കുന്ന അവസ്ഥയെ നോക്കി ഈ അവസ്ഥ നോർമൽ, ഇതാണ് സ്വാഭാവികമായിട്ടുള്ള അവസ്ഥ എന്ന് കരുതും. ഒപ്പം തന്നെ അതിന് തൊട്ട് മുൻപുള്ള കാലത്തെ അവസ്ഥയെ പാടെ അങ്ങ് മറക്കുകയും ചെയ്യും. ഈ സോഷ്യൽ സൈക്കോളജിയെയാണ് ജനറേഷണൽ അംനേഷ്യ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരാഴ്ച മുൻപേ എൻ്റെ സുഹൃത്തുമായി നടന്ന ഒരു സംഭാഷണമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. കേരളം കുറെ മാറിയല്ലോ എന്ന എൻ്റെ ഒരു പാസീവായിട്ടുള്ള കമന്റിനോട് എൻ്റെ സുഹൃത്ത് ഒരുപാട് തർക്കിച്ചു. കേരളം അങ്ങനെ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഒരു 10 വർഷം മുൻപത്തെ കേരളവും ഇപ്പോഴത്തെ കേരളം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്നായിരുന്നു സുഹൃത്തിന്റെ വാദം. എൻ്റെ സുഹൃത്തിൻ്റെത് ഒരു ജനറേഷണൽ അംനേഷ്യയാണോ അതോ എനിക്കാണോ തെറ്റുപറ്റിയത് എന്ന തോന്നൽ എനിക്കപ്പോൾ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ 10 വർഷം മുൻപുള്ള കേരളവും ഇപ്പോഴത്തെ കേരളവും തമ്മിലുള്ള കാര്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ, വസ്തുതകൾ വെച്ച് ഫാക്ട്സ് വെച്ച് മനസ്സിലാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഈ കമ്പാരിസന് വേണ്ടി ആദ്യം ഏത് മേഖല എടുക്കും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് എനിക്കൊരു വകുപ്പിനെ പറ്റി ഓർമ്മ വന്നത്. നിലവിലെ കേരളത്തിലെ സർക്കാർ ഏറ്റവും കൂടുതൽ വിമർശനവും തെറിവിളിയും കേട്ട ഒരു വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഡാറ്റ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എടുത്തപ്പോഴാണ് ഇത് കാണുന്നത്. ഇത് 2011 മുതൽ 2026 വരെയുള്ള കേരളത്തിലെ ക്രൈമിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചത് UDF സർക്കാരാണ്. ആ 5 വർഷത്തെ കാലയളവിൽ കേരളത്തിലെ ക്രൈം റേറ്റ് ഉയർന്നു വരുന്നതിന്റെ പാറ്റേൺ നിങ്ങളൊന്ന് നോക്കിയേ. ഇനി 2016 മുതൽ 2025 വരെയുള്ള ഡാറ്റ നമുക്ക് എടുത്ത് നോക്കാം. ക്രൈമിന്റെ തോത് കുറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് മുൻപുള്ള UDF ഭരണകാലത്തെ അവസ്ഥയിൽ നിന്നും വിഭിന്നമായി കേരളത്തിലെ ക്രൈം റേറ്റ് കുറഞ്ഞു വരുന്നു എന്നർത്ഥം. അപ്പോൾ എനിക്ക് തെറ്റിയതല്ല, അറ്റ്ലീസ്റ്റ് ഈ കാര്യത്തിൽ എനിക്കല്ല തെറ്റിയത്, എൻ്റെ സുഹൃത്തിനാണ് ജനറേഷണൽ അംനേഷ്യ വന്നത് എന്ന് ഉറപ്പിക്കാം. പക്ഷെ ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താൻ കഴിയില്ലല്ലോ. മറ്റു മേഖലകളിലെ താരതമ്യങ്ങൾ കൂടെ ആവശ്യമാണ്. 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ച UDF സർക്കാരിലെ ഇലക്ട്രിസിറ്റി വകുപ്പ് നമുക്കെടുക്കാം. അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ശ്രീ ആര്യടൻ മുഹമ്മദിനെ അന്നത്തെ ജനങ്ങളോട് ഫ്രിഡ്ജിനെ പറ്റി പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ഫ്രിഡ്ജിനെ പറ്റി 24 മണിക്കൂറും ഫ്രിഡ്ജ് ഓൺ ചെയ്യണം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ഇല്ലെങ്കിൽ എത്ര ദിവസം ജീവിക്കും? ഇത് മനുഷ്യനുണ്ടാക്കുന്ന ഒരു യന്ത്രമാണ് ഈ ഫ്രിഡ്ജ്. അത് 24 മണിക്കൂറും ഉപയോഗിച്ചാൽ അതിന് തകരാറ് വരില്ലേ? അതൊരു 2-3 മണിക്കൂർ നിങ്ങളൊന്ന് ഓഫാക്കിയാൽ വൈകുന്നേരം ഒരു 6 മണി മുതൽ 9 മണി വരെ വേണ്ട. അതായത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 9 മണി വരെ കേരളത്തിലെ ഫ്രിഡ്ജുകൾ ഓഫാക്കിയിട്ടോളൂ എന്ന്. അത് കേരളത്തിലെ ജനങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് കംപ്ലൈന്റ് ആവണ്ട എന്ന് കരുതി ഒരു മന്ത്രി എന്ന നിലയിൽ ചിലപ്പോൾ പറഞ്ഞതായിരിക്കാം. അത് നമുക്ക് അങ്ങനെ കരുതി വിടാം. പക്ഷേ അന്നത്തെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ കാണണം. സംസ്ഥാനത്ത് 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും. പകൽ 1/2 മണിക്കൂറും രാത്രി 1/2 മണിക്കൂറുമായിരിക്കും നിയന്ത്രണം. വിളക്കൻകാലിലെ ചുവട്ടിലിരുന്ന് പഠിച്ച് മഹാന്മാരായി മാറിയവരുടെ കഥകൾ കേട്ടിട്ടല്ല ഈ പഠിത്തം. അടുത്ത കറണ്ട് ബില്ല് കിട്ടുമ്പോൾ ഷോക്കേൽക്കാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിൽ ആരോ പറഞ്ഞു കൊടുത്ത വിദ്യയാണ്. ഇവിടെയും കൂട്ടപഠിത്തമാണ്. അയൽപ്പക്കത്തെ കുട്ടികളെല്ലാം ഉണ്ട്. മണ്ണെണ്ണ വിളക്ക് റെഡിയാണ്, കറണ്ട് പോകാറായി. മണ്ണെണ്ണ വിളക്ക് റെഡിയാണ്, കറണ്ട് പോകാറായി. 10 വർഷം മുൻപുള്ള കേരളത്തിലെ ഊർജ്ജ മേഖലയെ സംബന്ധിച്ച് നിരവധി വാർത്തകളും റിപ്പോർട്ടുകളും ഉണ്ട്. ജനറേഷണൽ അംനേഷ്യ സംഭവിച്ചവർക്ക് ഇത്രയെങ്കിലും കണ്ടാൽ ചിലതെങ്കിലും ഓർമ്മ വരും എന്ന് നമുക്ക് കരുതാം. നമുക്കിനി അടുത്ത വിഷയത്തിലേക്ക് പോവാം. ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത് 2014 ഒരു വീഡിയോയാണ്. ഗൈഡ് ലോബികളെ സഹായിക്കാൻ പാഠപുസ്തക അച്ചടി വൈകിപ്പിക്കുന്നതായി ആരോപണം. സ്കൂൾ തുറന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകങ്ങൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ആയിട്ടില്ല. അപ്പൊ ഇവിടെ 2-3 പേർക്കൊക്കെ ബുക്കുള്ളൂ. ഞങ്ങൾക്ക് പലർക്കും പുസ്തകം അങ്ങനെയൊന്നുമില്ല. ഞാൻ ആരുടെയും ബുക്ക് കിട്ടുവാണേലേ നോക്കാൻ പറ്റുള്ളൂ. പാഠഭാഗങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നൊക്കെ നോക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒട്ടുമിക്ക വിദ്യാലയങ്ങളിലും ആവശ്യപ്പെട്ടതിന്റെ പകുതിയോടെ അടുത്ത പുസ്തകങ്ങളും കിട്ടിയിട്ടില്ല എന്നത് കുട്ടികളെ പോലെ അധ്യാപകരെയും ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നു. അതാണ് അന്നത്തെ ഒരു അവസ്ഥ. ഇന്നെങ്ങനെയാണ്? കുട്ടികൾക്ക് കൃത്യമായി സമയത്തിന് പാഠപുസ്തകങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇന്നും കൈയടിക്കേണ്ട ഒരു പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള സ്കൂൾ പാഠപുസ്തകങ്ങൾ ഫെബ്രുവരി 13 മുതൽ വിതരണം ചെയ്യും. അതായത് ഈ വർഷത്തെ പരീക്ഷ നടന്നിട്ടില്ല, സ്കൂൾ അടച്ചിട്ടില്ല, അവധി തുടങ്ങിയിട്ടില്ല. പക്ഷേ അടുത്ത വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ തയ്യാറാണ്. മറ്റന്നാൾ മുതൽ വിതരണം തുടങ്ങും. തീർന്നില്ല. കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വാർത്ത, ഒരു വീഡിയോ നമുക്ക് കാണാം. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നത് വരെ മണിക്കൂറുകൾ സ്കൂളുകളിൽ ചെലവഴിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പേടി സ്വപ്നമാവുകയാണ് സ്കൂളുകളിലെ മൂത്രപ്പുരകൾ. വൃത്തിയില്ലാത്ത മൂത്രപ്പുരകളും കുടിക്കാൻ ശുദ്ധമായ വെള്ളം കിട്ടാത്തതും കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഗുരുതരമായ ശാരീരിക മാനസിക പ്രശ്നങ്ങളാണ്. മൂത്രമൊഴിക്കാൻ മുട്ടിയിരുന്നാലും നമ്മൾ പോകില്ല, കാരണം വൃത്തിയില്ല ഇവിടെയാണ്. അതുകൊണ്ട് നമ്മൾ മുട്ടിയിരുന്നാലും വീട്ടിൽ പോയേ നമ്മൾ. ഈ ദുരിതം പെൺകുട്ടികളിൽ മാത്രം ഒതുങ്ങുന്നില്ല.
അധിക കാലമായിട്ടില്ല. 2014 ഒരു വാർത്തയാണ് ഞാനിപ്പോൾ കാണിച്ചത്. എത്ര തന്നെ മൂത്രശങ്ക വന്നാലും ടോയ്ലറ്റിന്റെ അവസ്ഥ ആലോചിച്ച് കുട്ടികൾ മൂത്രമൊഴിക്കാൻ പോകാതിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു മിക്ക ഗവൺമെന്റ് സ്കൂളുകളിലും അന്നുണ്ടായിരുന്നത്. കൂടുതൽ വിശദീകരണങ്ങളിലേക്കും റിപ്പോർട്ടുകളിലേക്കും ഞാനിപ്പോൾ കടക്കുന്നില്ല. ഡിജിറ്റലൈസ്ഡ് ആയ ക്ലാസ് മുറികളും നല്ല ടോയ്ലറ്റുകളും ലൈബ്രറികളും അങ്ങനെ ആകെ മൊത്തത്തിൽ കേരളത്തിലെ സ്കൂളുകളും വിദ്യാഭ്യാസ ചുറ്റുപാടും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആകെ മാറി എന്നതാണ് യാഥാർത്ഥ്യം. അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു മേഖലയെ പറ്റിയാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടത് 2012 ഫെബ്രുവരി 13 ഒരു സംഭവമാണ്. തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ മാലിന്യം നിക്ഷേപിക്കാൻ പോലീസിന്റെ സഹായത്തോടെ വരുന്ന മാലിന്യം നിറച്ച ലോറികളെ നാട്ടുകാർ തടയുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കാണിക്കാൻ പോകുന്നതാണ് തൃശൂരിലെ ലാലൂർ എന്ന സ്ഥലത്തിന്റെ ഒരവസ്ഥ. ലാലൂരിലെ വിഷമതകൾ കാണാനായി മന്ത്രിമാരും സാംസ്കാരിക നായകരും ഇവിടെ വന്നുപോയി. യോഗങ്ങളും ധാരണയും പലതുണ്ടായി. പക്ഷെ കാര്യമുണ്ടായില്ല. സംസ്കരിക്കാതെ മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടുന്നു. രോഗാണുക്കളുടെയും ഈച്ചയുടെയും പുഴുവിന്റെയും കൊതുകിന്റെയും എലിയുടെയും വളർത്തുകേന്ദ്രമായി ലാലൂർ മാറിയിരിക്കുന്നു. വിളപ്പിൽ ശാലയോ ബ്രഹ്മപുരമോ ലാലൂരോ മാത്രമായിരുന്നില്ല. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിരന്തരമായ സമരങ്ങളായിരുന്നു. ഭരിച്ചുകൊണ്ടിരുന്നത് UDF ആയിരുന്നു. UDFന്റെ ഭരണത്തിന് ശേഷം ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചത്? വിളപ്പിൽ ശാലയെന്ന് കേട്ടാൽ മൂക്കു പൊത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു തിരുവനന്തപുരത്തുകാർക്ക്. വലിയ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഒക്കെ കാലമുണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ വിളപ്പിൽ ശാലയിൽ ഉള്ളത്? ഇന്ന് വിളപ്പിൽ ശാലയിൽ മാലിന്യ കൂമ്പാരങ്ങളില്ല. അവിടെ ഇപ്പോൾ ഒരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി വരാൻ പോകുന്നു. അന്നത്തെ ലാലൂർ കണ്ടില്ലേ? ഇന്നത്തെ ലാലൂർ എങ്ങനെയാണെന്ന് കാണണ്ടേ? അന്ന് മാലിന്യ കൂമ്പാരം കിടന്നിരുന്ന തൃശൂരിലെ ലാലൂരിൽ ഇന്ന് IM വിജയന്റെ പേരിലുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് ആണ്. മാലിന്യം മൂലമുള്ള പകർച്ചവ്യാധിയിൽ നിന്ന്, അഴുക്കുചാൽ സമാനമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു നാടിനെയാകെ മാറ്റി അതിന് മറ്റൊരു മുഖം നൽകുക എന്നത് ജനങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു ക്രിയാത്മകമായ സർക്കാരിന്റെ നേട്ടമാണെന്ന്, നാടിനാകെ വരുത്തുന്ന മാറ്റമാണെന്ന് പറയാതിരിക്കാനാവില്ല. ജനറേഷണൽ അംനേഷ്യയാൽ നമ്മൾ മറന്നു പോകരുതാത്തതായ നിരവധി കാര്യങ്ങളുണ്ട്. എല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ ഈ വീഡിയോ ഇന്ന് തീരില്ല. എങ്കിലും അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ കാണിക്കാം. സംസ്ഥാനത്തെ ദേശീയപാത വികസന പദ്ധതികൾ സ്തംഭനത്തിലേക്ക് നീങ്ങുന്നതായി തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സ്ഥലമെടുപ്പ് നടപടികൾ വൈകുന്നതിനാൽ ഓഫീസുകൾ പൂട്ടാൻ ദേശീയപാത അതോറിറ്റി തീരുമാനിച്ചു. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓഫീസുകൾ മാത്രം പ്രവർത്തിച്ചിട്ട് കാര്യമില്ലെന്ന് സംസ്ഥാനത്തിനയച്ച കത്തിൽ ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. സ്ഥലമെടുപ്പായിരുന്നു പ്രശ്നം. കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് അർഹമായ കോമ്പൻസേഷൻ നൽകാൻ കഴിയാതെ വന്നപ്പോഴാണ് അന്ന് UDFന്റെ കാലത്ത് ദേശീയപാത വികസനം വഴിമുട്ടിയത്. 2016 UDF മാറി LDF ഗവൺമെന്റ് വന്നപ്പോൾ ഈ സ്ഥലമെടുപ്പിനെ സംബന്ധിച്ച് പുതിയൊരു തീരുമാനമെടുത്തു. ദേശീയപാതയാണെങ്കിലും വികസനത്തിന്റെ ഭാഗമായാണെങ്കിലും കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്ക് അർഹമായ കോമ്പൻസേഷൻ നൽകാൻ, അതും സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് നൽകാൻ സർക്കാർ തീരുമാനിച്ചു. ദേശീയപാത ഉദ്യോഗസ്ഥരുടെ കേരളത്തിലെ ഓഫീസ് പൂട്ടിപ്പോകുന്ന ആ UDF ഭരണകാലത്ത് നിന്ന് മാറി ദേശീയപാതയുടെ നിർമ്മാണം ഏതാണ്ട് ഇന്ന് കേരളത്തിൽ പൂർത്തിയായ അവസ്ഥയിലാണ്. ദേശീയപാത വികസനം മാത്രമല്ല, കേരളത്തിന്റെ തന്നെ തനത് പ്രൊജക്ടുകളായ മലയോര ഹൈവേയും തീരദേശ ഹൈവേയും വാട്ടർ മെട്രോയും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്ന മാറ്റങ്ങളിൽ ചിലത് മാത്രമാണ്. കേരളത്തിൽ ആദ്യമായി ഒരു സർക്കാർ ആശുപത്രിയിൽ ശ്വാസകോശം മാറ്റിവെച്ചതും, ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഒരു സർക്കാർ ജനറൽ ഹോസ്പിറ്റലിൽ ഹൃദയം മാറ്റിവെച്ചതും നിലവിൽ ഭരിക്കുന്ന സർക്കാരിന്റെ കാലത്താണ്. പൊതുവിൽ എല്ലാവരും ശാപവായ്പോടെ കണ്ടിരുന്ന KSRTCയുടെ മുഖച്ഛായ മാറിയതും, കേരളം മുഴുവൻ നവീകരിക്കപ്പെട്ട ചെറുതും വലുതുമായ റോഡുകളും പാലങ്ങളും അങ്ങനെ തുടങ്ങി കേരളത്തിന്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ വികസനത്തിൽ കേരളം ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയത് ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലാണ്. ഓഫ് ടോപ്പിക് ആയിട്ട് ഒരു കാര്യം, ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും, ചേട്ടാ ഇവൻ വന്നിരുന്ന് ഇങ്ങനെ തള്ളി മറിക്കുവാണല്ലോ എന്ന്. അങ്ങനെ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ വിഷയങ്ങൾ മാത്രമല്ല, ഒരു കഴിഞ്ഞ 10 വർഷം മുൻപുള്ള കേരളത്തിന്റെ ഓരോ മേഖലയും എടുത്ത് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. രാഷ്ട്രീയം സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു ചെറു ന്യൂനപക്ഷത്തിനൊഴികെ ബഹുഭൂരിപക്ഷം പേർക്കും ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ജനറേഷണൽ അംനേഷ്യ സംഭവിക്കാനിടയുണ്ട്. ഒരു 10 വർഷം മുൻപ് കേരളം എങ്ങനെയായിരുന്നു എന്ന് മറന്നുപോകാൻ ഇടയുണ്ട്. പുതിയ തലമുറയിലെ ആളുകൾക്ക് മാത്രമല്ല, പഴയ തലമുറയിലെ തലമുതിർന്ന ചില സാംസ്കാരിക നായകന്മാർക്കുൾപ്പെടെ പ്രത്യേകതരം അംനേഷ്യ വരുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോകളും ഓർമ്മപ്പെടുത്തലുകളും കമ്പാരിറ്റീവ് ഡോക്യുമെന്റേഷനുകളും ആവശ്യമായി വരുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിലെ പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതിന് താഴെ കമന്റായി രേഖപ്പെടുത്താം. നമ്മൾ ഓർക്കുക, നമ്മൾ എങ്ങനെ നമ്മളായെന്ന് എന്ന കടമ്മനിട്ടയുടെ വരിയോടുകൂടി
ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.